ലൈംഗികാധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. നടിയെ അധിക്ഷേപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ദ്വയാർത്ഥ പ്രയോഗങ്ങളെന്നും കുറ്റപത്രത്തിലുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പലർക്കുമെതിരെ നടത്തിയ ലൈംഗിക അധിക്ഷേപത്തിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 2 വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ ബോബി ചെമ്മണ്ണൂർ നേരത്തെ അറസ്റ്റിലായിരുന്നു. ജനുവരി 8-ന് വയനാട്ടിലെ റിസോർട്ടിന് സമീപത്തു നിന്നാണ് ബോബിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വൈകിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് കാക്കനാട് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന ബോബി പുറത്തിറങ്ങിയത്. ബോഡി ഷെയ്മിംഗ് സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കി. ജയിൽ മോചിതനായ ശേഷം പരസ്യമായി മാപ്പ് ചോദിച്ച് ബോബി ചെമ്മണ്ണൂർ രംഗത്തെത്തിയിരുന്നു. മാർക്കറ്റിംഗിനായി പലതും പറയാറുണ്ട് എന്നും അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്നുമായിരുന്നു പ്രതികരണം. ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തന്റെ വാക്കുകൾ കൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുന്നുവെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. ഈ കേസിലെ വിചാരണ ബോബിക്ക് നിർണായകമാണ്. എറണാകുളം ജില്ലാ ജയിലിൽ ബോബി ചെമ്മണ്ണൂരിന് വഴിവിട്ട സഹായം നൽകിയ സംഭവത്തിൽ മധ്യമേഖല ജയിൽ DIG പി അജയ്കുമാറിനെയും ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ റിപ്പോർട്ടിലെ ശുപാർശ പരിഗണിച്ചായിരുന്നു നടപടി. ജില്ലാ ജയിലിൽ ബോബി ചെമ്മണ്ണൂരിനെ മറ്റ് 4 പേർക്കൊപ്പം മധ്യമേഖല ജയിൽ DIG പി അജയ്കുമാർ സന്ദർശിച്ചത് ഗുരുതരമായ കുറ്റമെന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. സുഹൃത്തുക്കൾക്കൊപ്പം പി അജയ്കുമാർ സ്വകാര്യ വാഹനത്തിലായിരുന്നു ജയിലിലെത്തിയത്. വാഹനത്തിൽ 3 വ്യക്തികൾക്ക് പുറമെ തൊട്ടുപിന്നിലെ മറ്റൊരു കാറിൽ 2 സ്ത്രീകളുമുണ്ടായിരുന്നു. ഈ സ്ത്രീകൾ ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ ബോബി ചെമ്മണ്ണൂരിനൊപ്പം 2 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ഇതിനിടെ 200 രൂപയുടെ കറൻസി ബോബി ചെമ്മണ്ണൂരിന് നൽകുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവരുമ്പോൾ ഒരു തുക പോലും കൈവശമില്ലാതിരുന്ന ബോബിക്ക് ഈ തുക ജയിലിലെ ഫോണിൽ നിന്ന് പുറത്തേക്ക് ബന്ധപ്പെടുന്നതിനായി നൽകിയതാണ്. ഇത് ക്രിമിനൽ കുറ്റമാണ് എന്നും റിപ്പോർട്ടിലുണ്ട്. DIGക്കൊപ്പം ഉണ്ടായിരുന്നവരുടെ വിവരങ്ങൾ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ജയിൽ സൂപ്രണ്ട് പറഞ്ഞതനുസരിച്ചാണെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ പേരിൽ 200 രൂപ രജിസ്റ്ററിൽ പിന്നീട് എഴുതി ചേർത്തതാണ് എന്നും ജയിൽ ജീവനക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴി നൽകിയിരുന്നു. ജയിൽ രേഖയിൽ തിരുത്തൽ വരുത്തുന്നത് തന്നെ 1 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര കുറ്റമാണ്.